നമുക്കറിയാത്തതും എങ്കിലും മനുഷ്യരാശിയുടെ അനുഭവങ്ങളെ നമ്മുടെ അനുഭവങ്ങളുമായി ചേർത്ത് വയ്ക്കുക എന്ന ധർമ്മം സാഹിത്യം നിർവഹിക്കുന്നുണ്ട്, കവിത നിർവഹിക്കുന്നുണ്ട്, കഥകൾ നിർവഹിക്കുന്നുണ്ട്. അത് ഇവിടെയും ആ അനുഭവങ്ങളെ നമുക്ക് കുറെ കൂടി തീവ്രമായി അനുഭവപ്പെടുന്നുണ്ട്. കവിയുടെ അനുഭവങ്ങൾ നമ്മുടേത് കൂടി ആകുമ്പോഴാണ് കവി നമ്മുടെ കവിയായി മാറുന്നത്. അല്ലെങ്കിൽ കവിത മുളച്ചു നിൽക്കുന്നത് പോലെ കവിയും മുളച്ചു നിൽക്കും. അങ്ങനെ മലയാളത്തിൽ മുളച്ചു നിൽക്കുന്ന കവികളുണ്ട് നമ്മളുമായി. കവിത വലിയൊരു ആയുധമാണ്. അത് വലിയൊരു ആയുധമാണോ എന്നതിന്റെ ചർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെയൊക്കെ നാം നടത്തിയത്. അത് വേദന മുൻനിർത്തിയാണ്. ഒരു കവിത എങ്ങനെയാണ് പ്രതിരോധത്തിന്റെ രൂപമാവുക എന്നത്, അതെങ്ങനെയാണ് ഭരണകൂടത്തെ വിറകൊള്ളിക്കുക എന്നത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ എഴുത്തിലും അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ കവിതയുടെ, ജോർജിയുടെ കവിതയുടെ ആദ്യത്തെ കവിതയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ആദ്യത്തെ കവിത അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരത്തിലെ പിന്നീടുള്ള എല്ലാ കവിതകളിലേക്കും വെളിച്ച വീശുന്ന വരികൾ അതിനകത്തുണ്ട്. അതിങ്ങനെയാണ്: മതവും അവരുടെ നോട്ടത്തിൽ മതവും രാഷ്ട്രീയവും മുറിയപ്പെട്ട വാക്കുകൾക്കിടയിൽ തൂങ്ങി മരിച്ചു എന്നാണ് കവി എഴുതുന്നത്. മതവും രാഷ്ട്രീയവും നിശ്ചയമായി നമ്മുടെ രണ്ട് അഭയസ്ഥാനങ്ങളാണ്. വിശ്വാസികൾക്ക് മതവും സാമൂഹ്യ ജീവികൾക്ക് രാഷ്ട്രീയവും നിശ്ചയമായി അഭയസ്ഥാനമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ ആ അഭയസ്ഥാനങ്ങളിൽ ഇത് തൂങ്ങി മരിക്കപ്പെടുക എന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നത് ഒരു നിരർത്ഥകമായ ഒരു നിരാശാൽ ലളിതമായ ഒരു ജീവിതത്തെ നമ്മൾ അനുഭവിക്കുകയാണ്. പക്ഷെ അടുത്ത കവിതയിൽ കവി തിരുത്തുന്നുണ്ട് എന്നാണ് എൻ്റെ വായനയ്ക്ക് ബോധ്യമായത്. അതിങ്ങനെയാണ്: എങ്കിലും മനുഷ്യർ പരസ്പരം പുൽകുന്നതും നന്മയുടെ സംഗീതം കാറ്റായി വന്നൊഴുകുന്നതും ഒക്കെ നിശ്ചയമായി മെച്ചപ്പെട്ടൊരു ജീവിതം സാധ്യമാണെന്നും മെച്ചപ്പെട്ടൊരു ലോകം പ്രതീക്ഷാനിർഭരമായി നമ്മുടെ മുമ്പിലുണ്ട് എന്ന് കവി വിചാരിക്കുന്നുണ്ട്. നിശ്ചയമായി അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുക. ആ പ്രതീക്ഷാനിർഭരതയിലാണ് നമ്മുടെ ജീവിതം കൂടുതൽ അർത്ഥപൂർണമാവുക എന്ന പദം ഞാൻ ഉപയോഗിക്കുന്നില്ല. കുറച്ചുകൂടിയൊക്കെ സംതൃപ്തി തരുന്നൊരു ജീവിതം നമുക്ക് നയിക്കാനാകുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. രസകാന്തൊരു കവിത ഞാൻ വളരെ ഹൃദയസ്പർശമായി തോന്നിയൊരു കവിത. നീതിമാന്റെ അവസാന രാത്രിയിലെ കരിമിന്റെ ഭൂമികയായിട്ടാണ് രസക. അതെനിക്ക് ഒരു വല്ലാത്ത കവിതയായി എനിക്ക് തോന്നി. ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചല്ല കവി പറയുന്നത്. നിങ്ങൾക്ക് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന അത്ഭുതത്തെ കുറിച്ചൊന്നുമല്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ അത്ഭുതങ്ങളിൽ നിങ്ങൾ മനുഷ്യരെ കുറിച്ചല്ല. ഒറ്റുകൊടുക്കപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരോർമ്മയാണ് രസക. ഒറ്റുകൊടുക്കപ്പെടുകയാണ് എന്നറിഞ്ഞിട്ടും നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട് എന്നതാണ്. ത്യാഗമാണ്, സഹനമാണ് നമ്മൾ ഈ നന്മ എന്നൊക്കെ പറയുന്നതിന്റെ അടിസ്ഥാനം അതാണ്. അപ്പോൾ അങ്ങനെ രസകയെ കാണുന്നൊരു കവിയിൽ നിശ്ചയമായും കവിതയുണ്ട്, അതിൻ്റെ ഉറവയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എനിക്കങ്ങനെ ഈ കവിത നിരൂപിച്ചങ്ങനെ പരിചയമുള്ള ഒരാളൊന്നുമില്ല. കവിതയൊക്കെ വായിക്കുന്ന ഒരാൾ എന്ന മട്ടിലാണ്, ഒരു സാധാരണ നിലയിൽ വായിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു അക്കാഡമിക് താല്പര്യത്തോടെ ഉൾപ്പെട്ടെടുത്ത് അങ്ങനെ തയ്യാറാകേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ആ മട്ടിലല്ല ഞാൻ ഇതിനെ കാണുന്നത്. എൻ്റെ ഒരു വായനയിൽ, ഒരു സാധാരണ വായനയിൽ തോന്നിയ അനുഭവങ്ങളാണ്. ഇതില് ഛർദി എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. അതൊരു ഒരുപക്ഷെ ഈ അടുത്തിടയിൽ ഞാൻ അടുത്ത കാലങ്ങളിലൊക്കെ വായിച്ച കവിതകളിൽ വെച്ച് ഏറ്റവും എന്താ പറയുന്നത്, കവിതയുടെ ഒരു ഫിക്ഷൻ, ഒരു ആഖ്യായിക എന്നൊക്കെ വിളിക്കാവുന്ന നിലയിലുള്ള കവിതയാണ്. രാധിക മീനാണ്, അങ്ങനെയാണ് ആ കവിത എനിക്ക് തോന്നുന്നത്. രാധിക ഭക്ഷിക്കുന്ന മീനിനെ നോക്കിയിരിക്കുന്ന പൂച്ചക്കുട്ടി, ആ പൂച്ചക്കുട്ടി മീനിന് വേണ്ടിയാണ് കരയുക. കരയുന്ന പൂച്ചക്കുട്ടിയുടെ മുമ്പിലേക്ക് ഒരു കടല് രമ്പിയർത്ത് വരികയാണ്. ആ കടലിൽ പൂച്ചക്കുട്ടിക്ക് തിന്നാൽ തീരാത്തത്രയും മത്സ്യവിഭവങ്ങൾ ഉണ്ടാകാം, കടൽ വിഭവങ്ങൾ ഉണ്ടാകാം. പക്ഷെ ആ പൂച്ചക്കുട്ടി ആഗ്രഹിക്കുന്നത് രാധിക കഴിക്കുന്ന വറുത്ത മീൻ കഷ്ണം, ആ വറുത്ത മീനിനെയാണ്. പക്ഷെ അത് ലഭ്യമാകാത്തൊരു നിലയുണ്ട്. ഇപ്പോ ഞാൻ വിചാരിക്കുന്നത് അത് കഴിച്ച രാധിക ഛർദിക്കുന്ന ആ ഛർദ്യനാണ് ഈ
പൂച്ചക്കുഞ്ഞ് പിന്നീട് നക്കി കഴിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് അടയാളപ്പെടുത്തുക എന്ന് ചോദിച്ചാൽ, ലോകത്തൊക്കെ നക്കി തിന്നാനും ഉച്ഛിഷ്ടം കഴിക്കാനും ഒക്കെ വിധിക്കപ്പെട്ട ഒരുപാട് സമൂഹമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ആ കവിത വായിച്ചപ്പോൾ എനിക്ക് സ്വാഭാവികമായൊരു നെടുവീർപ്പുണ്ടായി. കവി അതിനെ അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കവി അതിനെ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതാണ് കവിത. കവി കാണാത്തത് കാണുന്നു എന്നതാണ് കവിതയുടെ വിജയം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും ആ കവിത നമ്മളെ വല്ലാതെ ഗൗരവപ്പെടുത്തിയിരുന്ന ഒരു കവിതയാണ്. വല്ലാത്ത ഫിക്ഷൻ എന്ന് എനിക്ക് തോന്നി. വല്ലാത്ത നോവലിന്റെ സാധ്യത ഒളിഞ്ഞു കിടക്കുന്ന, പരത്തി പറയേണ്ടതൊക്കെ സുരേഷ് ഏട്ടൻ അന്ന് അവിടെ പറഞ്ഞതുപോലെ ചുരുക്കി പറയുന്നതിലുള്ള ഒരു ഇടുക്ക് നിശ്ചയമായും ഈ കവിക്കുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും അതൊരു ഈ സമൂഹത്തോടുള്ള, കവി തന്നെ പറഞ്ഞു വെക്കുന്നത് പോലെ നദികേടുകൾക്കെതിരെയൊക്കെയുള്ള പ്രതിരോധമായി തന്നെയാണ് കവിത നിലനിൽക്കുന്നത്. മഴ പലപ്പോഴും ഒരു ബിംബമായി, ഒരു പശ്ചാത്തലമായി ഈ കവി മഴ വിടാതെ പിന്തുടരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഇന്നത്തെ ഈ കവിതയുടെ ചർച്ചയിൽ മഴ നമ്മളെ വിടാതെ പിന്തുടരുന്നത് എന്നാണ്. പത്മരാജനെ ക്ലാരയെ കാണുമ്പോൾ, അല്ലെ മറ്റേ എന്താണ് ക്ലാരയെ കാണുമ്പോഴൊക്കെ മഴയുള്ളത് പോലെ ഈ കവിക്കും നിശ്ചയമായും മഴ ഒരു വല്ലാത്ത അനുഭവമായി മാറിത്തീരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ കവിതകളിലുടനീളം ഒരു മഴയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പെയ്തൊഴിയാതിരിക്കട്ടെ എന്നും ഞാൻ വിചാരിക്കുകയാണ്. അതിങ്ങനെ ചാറിയും ചാഞ്ഞും ചരിഞ്ഞും ആർത്തലച്ചും